ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ. ഒന്നാം ലോകയുദ്ധം, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. രണ്ടാം ലോകയുദ്ധം, അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. ഹിറ്റ്ലർ, തവിട്ട് കുപ്പായക്കാർ. ബെനിറ്റോ മുസോളിനി, കരിങ്കുപ്പായക്കാർ. 2. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. ആൻസർ ഓപ്ഷൻ ബി. മിറാദ് ഉൽ അക്ബർ, രാജാറാം മോഹൻ റായ്, കേസരി മറാത്ത, ബാലഗംഗാധര തിലക്, കോമൺവീൽ, മിസ്സിസ് ആനി ബസന്റ്, യങ് ഇന്ത്യ, മഹാത്മാഗാന്ധി. 3. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഭഗത് സിംഗ്. ഗദാർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ്. 4. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ആൻസർ ഓപ്ഷൻ ബി. നിർമ്മല സീതാരാമൻ. 5. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി. ചേറ്റൂർ ശങ്കരൻ നായർ. 6. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ആൻസർ ഓപ്ഷൻ സി. 2, 1, 3, 4. അതായത് ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. 7. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. 8. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം. 9. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി. ദേശീയ ജലപാത 3 NW3. 10. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ? ആൻസർ ഓപ്ഷൻ ബി. MD വാസുദേവൻ നായർ. 11. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം? ആൻസർ ഓപ്ഷൻ ബി. മാംഗോ ഷവർ. 12. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ. ജനുവരി 3. 13. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ആൻസർ ഓപ്ഷൻ ഡി. ദാദാഭായി നവറോജി. 14. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം? ആൻസർ ഓപ്ഷൻ ബി. നീതി ആയോഗ്. 15. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി. തൃതീയ മേഖല. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ. ആൾ ഓഫ് ദി എബോവ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്.
17. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ഇനി തെറ്റായിട്ടുള്ളത് ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അത് തെറ്റാണ്. 18. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ആൻസർ ഓപ്ഷൻ സി. 10-ാം പഞ്ചവത്സര പദ്ധതി. 19. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള നയം. ആൻസർ ഓപ്ഷൻ ബി. ഉദാരവൽക്കരണം. 20. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി. രാഷ്ട്രത്തലവന്റെ പേര്. 21. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ സി. 40. 22. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ആൻസർ ഓപ്ഷൻ സി. ലോർഡ് റിപ്പൺ. 23. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി. ഉത്തരാഖണ്ഡ്. 24. 3-ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ആൻസർ ഓപ്ഷൻ ബി. പാർലമെന്ററി കാര്യ കമ്മിറ്റി. 25. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. 86-ാം ഭേദഗതി. 26. 1928-ൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ എ. മോട്ടിലാൽ നെഹ്റു. 27. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. 1, 2. കൃഷിയും പോലീസും, ജയിലും തദ്ദേശ ഗവൺമെന്റും. 28. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ആൾ ഓഫ് ദി എബോവ്. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷന്റെ ആസ്ഥാന പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. 29. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. only 1 and 2. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. 30. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. only 1 and 3. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. 31. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. only 1 and 2. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാർ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. 32. തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. only 1 and 3. തദ്ദേശ ഗവൺമെന്റിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. 33. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി. only 1 and 2. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. 34. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി. ഫൈലേറിയൽ വിര, മന്ത്.
35 ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ മേഘാലയ. 36 മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്. 37 പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ആൻസർ ഓപ്ഷൻ സി ചിത്രശലഭം. 38 മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? എ 2 പ്രസ്താവനകളും ശരിയാണ്. 39 ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങൾ, സ്രോതസ്സുകൾ. അതിന്റെ ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ശരി 3 ശരി. അതായത് സൂക്രോസ്, കരിമ്പ്, അത് ശരിയാണ്. 3 മാംസ്യം, പയറുവർഗ്ഗങ്ങൾ. 40 ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ആൻസർ ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ്. 41 ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ സി ഹീമോഫീലിയ. 42 ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബം. 43 നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി നാസ. 44 ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ സി ചൈന. 45 താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നീല. 46 മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഉയർന്ന മർദ്ദം. 47 ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ pH 0 to 7. 48 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പെഗ്ഗി വിറ്റ്സൺ. 49 കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. 50 മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ആൻസർ ഓപ്ഷൻ ബി വ്യാപ്തം വർദ്ധിക്കുന്നു. 51 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇരുമ്പ് തുരുമ്പിക്കുന്നു. 52 പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി PT ഉഷ. 53 സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആറ്റുകാൽ ക്ഷേത്രം. 54 ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. 55 കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി വി സുനിൽകുമാർ. 56 ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിടൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡ്. 57 രാമായണം ആട്ടക്കഥ രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ. 58 കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്?
ആൻസർ ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ്. 59. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ഐരാവത്. 60. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ഇക്യൂബ്. 61. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രാക്കിംഗ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. ഫിഷിംഗ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്ക്വാട്ടിംഗ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. സൈബർ ടൈറ്റിസം ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. 62. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ റാം, വോളറ്റൈൽ മെമ്മറി, ഓപ്പൺ ഓഫീസ് ബേസ്, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, MICR ഇൻപുട്ട് ഡിവൈസ്. 63. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4, 5 ഇതെല്ലാം ശരിയാണ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണ് ഉള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്. ഓപ്പൺ ഓഫീസ് കാൽക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. 64. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്? ആൻസർ ഓപ്ഷൻ എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. 65. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല. 66. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 67. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശ്. 68. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം. ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. 69. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. 70. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫീസർ. 71. 1+3+5+99
അപ്പം ഇത് ഒരു ഒറ്റ സംഖ്യകളാണ് അല്ലേ. ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്താണ്? കഴിഞ്ഞ മാത്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ n സ്ക്വയറാണ്. n സ്ക്വയറാണ് ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെ n നമ്മൾ കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? tn മൈനസ് t1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. അപ്പോൾ tn ഏതാണ്? അവസാന പദം അല്ലേ, 99 മൈനസ് t1 ആദ്യ പദം 1. d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 3 മൈനസ് 1. 3 മൈനസ് 1 എത്ര കിട്ടും? 2. 2 അധികം 1. 99 നിന്ന് 1 കുറച്ചാൽ 98 ഡിവൈഡ് ബൈ 2 അധികം 1. 98 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 49 ആണ്. അധികം 1 50 കിട്ടി. n എന്ന് പറയുന്നത് 50 എന്ന് കിട്ടി. അപ്പോൾ n സ്ക്വയർ എന്ന് പറയുന്നത് 50ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 2500 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികരണത്തിൻ്റെ നീളം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ തെറ്റാണ്. സമഭുജ ത്രികോണം എന്ന് വരത്തില്ല, സമഭുജ സാമാന്തരികമായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാണ്, ചെയ്യേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ 73. 2⁵ ഇൻറ്റു 2⁵3 ഇൻറ്റു 3⁵2 ഇൻറ്റു 3⁴ ഇൻറ്റു 5⁵2 ഡിവൈഡ് ബൈ 2⁵6 ഇൻറ്റു 3⁵3 ഇൻറ്റു 5⁴ ഇൻറ്റു 6 ഹോൾ റേസ് ടു -1. ഇതിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് എന്ത്? അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. 2⁵5 ഗുണം 2⁵3 ഗുണം 3⁵2 ഗുണം 3⁴ ഗുണം 5⁵2 ഡിവൈഡഡ് ബൈ 2⁵6 ഗുണം 3⁵3 ഗുണം 5⁴ ഗുണം 6 ഹോൾ റേസ് ടു -1 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ലഘൂകരിക്കുന്നത്? അപ്പം a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m പ്ലസ് n ആണ്. അതുപോലെ a⁻m ഭാഗം a⁻n എന്ന് പറയുന്നത് a⁻m മൈനസ് n ആണ്. a⁻m മൈനസ് n ആണ്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ a⁻m എന്ന് പറയുന്നത് 1/a⁻m ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m പ്ലസ് n ആണ്. അപ്പോൾ ഇവിടെ ഒരേ കൃതികളുള്ളതിനെ എല്ലാം കൂട്ടാം നമുക്ക് അല്ലേ, പവറുകൾ കൂട്ടാം. 2 ഇവിടെ 2 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 5 അധികം 3 എത്ര കിട്ടും? 8 കിട്ടും. ഇൻറ്റു ഇവിടെയും ഇതിൻ്റെ കൃതികൾ 1 തന്നെയാണ്, 3 തന്നെയാണ് അല്ലേ. അപ്പോൾ 2 അധികം 4 4 2 6 കിട്ടും. 3�6 എന്ന് കിട്ടി. ഗുണം 5⁵2 ഡിവൈഡഡ് ബൈ 2�6 ഗുണം 3⁵3 ഗുണം 5⁴ ഇൻറ്റു 6. അപ്പോൾ ഇത് ഇവിടെ ഭാഗിക്കുന്നത് ഇവിടെ നോക്ക്, ഇവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കുക അല്ലേ. ഇവിടെ ഗുണിക്കുമ്പോൾ കൂട്ടുവാണെങ്കിൽ, പവറുകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ, ഭാഗിക്കുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പവറുകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ 8ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? ഇതങ്ങ് മായ്ക്കാം. 8ൽ നിന്ന് 6 കുറച്ചാൽ 2⁻
2 എന്ന് കിട്ടും. ഗുണം 3 മൈനസ് 6 3 എന്ന് കിട്ടി അല്ലേ. ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. ഇവിടെ കുറയ്ക്കുമ്പോഴോ ഗുണം ഇവിടെ 5 വെട്ടിപ്പോവും, താഴെയാണ് വരുന്നത്. 5 4 മൈനസ് 2 2 വരും. 5 ഗുണം 6 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും? ഇതെല്ലാം ചെയ്യുമ്പം 2 4 ഗുണം 3 27 ഡിവൈഡ് ബൈ 5 25 ഗുണം 6 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഇവിടെ വെട്ടിക്കളയാമല്ലോ. 2 കൊണ്ട് 3 2 3 27 വെട്ടാം, 9 കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 18. 9 ഗുണം 2 18 ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടി. പിന്നീട് ഹോൾ റേസ് ടു -1 ആണ്. -1 ആകുമ്പോൾ എന്താ ചെയ്യണം? തിരിച്ചിടണം. സീക്വൽ ടു 25 ബൈ 18 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാ? ഓപ്ഷൻ ഡി ആണ്. 74 4 11 30 67 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. 4 11 30 67 അടുത്ത പദം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആദ്യത്തെ പദം എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. 1 ക്യൂബ് അധികം 3 4 കിട്ടി. അപ്പോൾ അടുത്ത എങ്ങനെ ആയിരിക്കും? 2 ക്യൂബ് അധികം 3 8 അധികം 3 11. പിന്നീട് 3 ക്യൂബ് അധികം 3 27 അധികം 3 30. അടുത്തത് 4 ക്യൂബ് അധികം 3 64 അധികം 3 67. 5 ക്യൂബ് അധികം 3 125 അധികം 3 128. അപ്പോൾ അടുത്ത ആൻസർ എന്തായിരിക്കും വരേണ്ടത്? ഇവിടെ 128. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 75. എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് മൈനസ്, ഡി എന്നത് ഡിവൈഡ്. അങ്ങനെയാണെങ്കിൽ 8b 12a 18d 6c 2 എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് ആ വില എടുത്ത് എഴുതിയാൽ മതിയല്ലോ. 8 ഗുണം 12 അധികം 18 ഭാഗം 6 മൈനസ് 2. ആദ്യം ഭാഗിക്കുക. 8 ഗുണം 12 അധികം 18 6 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടും? 3 കിട്ടും. മൈനസ് 2. ഇനി അടുത്തത് എന്താണ്? ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. 8 ഗുണം 12 96 അധികം 3 മൈനസ് 2. ഇനി കുറയ്ക്കുക. 96 അധികം 3 മൈനസ് 2 എത്ര കിട്ടും? 1 കിട്ടും. 97 എന്ന് കിട്ടി. ആൻസർ ഓപ്ഷൻ സി ആണ്. 76. താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ഏത്? ത്രികോണം, ചതുരം, വൃത്തം. അപ്പം അത് കേൾക്കുമ്പോഴേ അറിയാം ഏതായിരിക്കും. ഓപ്ഷൻ സി ചാപം. 77. ഗോളം 4 പൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡാഷ് 3 പൈ ആർ സ്ക്വയർ. അപ്പം 4 പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ്. അങ്ങനെയാണെങ്കിൽ 3 പൈ ആർ സ്ക്വയർ ഏതിൻ്റെ ഉപരിതല വിസ്തീർണമാണ്? അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ്. ആൻസർ ഓപ്ഷൻ സി. ഇനി അടുത്തത് 78. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? അപ്പം നമുക്കിവിടെ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം ഇങ്ങനൊരു കണക്ക് വരുവാണെങ്കിൽ ദിശ അടയാളപ്പെടുത്തുക. ഈസ്റ്റ്
വെസ്റ്റ്, സൗത്ത്, നോർത്ത്. അപ്പം പറഞ്ഞേക്കുന്നത് എന്തോ ആദ്യം 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. തെക്കോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. 10 കിലോമീറ്റർ നടന്നു. അതിനുശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ വെസ്റ്റ് അല്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. പിന്നീട് വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ. വടക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ. കിഴക്കോട്ടാകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? അപ്പം ഇവിടെ നട്ടാണ് തുടങ്ങിയത്. അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഏത് ദിശയാണ്? തെക്കാണ് അല്ലേ, സൗത്താണ്. അപ്പം തെക്കാണ് അയാൾ നിൽക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 79. 15 × 7 + 3 അത് ബ്രാക്കറ്റിലാണ്, ഡിവൈഡ് ബൈ 5 - 3. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 15 × 7 + 3 ഭാഗം 5 - 3. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. 15 × 7 + 3 10 ഭാഗം 5 - 3. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഭാഗിക്കുകയാണ്. 10 ഭാഗം 5 2. 15 × 2 - 3. ഇനി ഗുണിക്കണം. 30. 15 × 2 30 - 3 എത്ര കിട്ടും? 27. ആൻസർ 27. ആൻസർ ഓപ്ഷൻ സി ആണ്, 27. അടുത്ത ക്വസ്റ്റ്യൻ 80. 0.0004 പ്ലസ് 0.0004 എത്ര കൂടുതലാണ് 2/5? അപ്പം ഇങ്ങനെ എത്ര കൂടുതലാണ് എത്ര കുറവാണെന്നൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ ഇതേപോലെ ഒരു കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടാം. 0.0004 അധികം 0.0004 4 4 0 0 0 0. എത്ര കിട്ടും? 0.0044 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും ഏതാ കുറയ്ക്കേണ്ടത്? 2/5. അപ്പോൾ 2/5 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. 5 0 കൊടുത്തു, 0.45 20. 0.4 2/5 എന്ന് പറയുന്നത് 0.4. 0.4 എന്ന് പറയുന്നത് നമുക്കിവിടെ ആൻസർ കിട്ടി. 0.003024 മൈനസ് ചെയ്യുക. വരും ഇവിടെ ബാക്കി ഭാഗത്തൊക്കെ 0 ഇട്ട് കൊടുക്കാം. 4ൻ്റെ ഇവിടെ ഇങ്ങോട്ട് 10 കിട്ടും. 10 ൽ 4 പോയാൽ 6. ഇവിടെ 9 ആയി. 9 ൽ 4 പോയാൽ 5. ഇവിടെ 9 9 3 3 9 9 5 6 0.3996 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 81. None of the boys have finished the homework. Answer option A. Have they? 82. If it rains tomorrow, we dash at home. Answer option C. Will stay. 83. Alex said, I have finished my task. Choose the correct conversation into indirect speech. Answer option D. Alex said that he had finished his task. 84. Which of the following words is the closest in meaning to delinquent? Answer option B. Criminal. 85. Select the antonym of derelict. Answer option C. Attentive. 86. The teacher asked the students to dash their assignment before submitting it.
ആൻസർ ഓപ്ഷൻ എ ലുക്ക് ഓവർ. 87. എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ്. ആൻസർ ഓപ്ഷൻ ബി illegible. The idiom on cloud nine means. Answer option D extremely happy or elated. 89. Identify the correct sentence. Answer option B is a bouquet of flowers smells good. 90. Dash Europeans conquered many parts of the world before First World War. Answer option A the. 91. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി പരാധീനം. 92. മേദിനി എന്ന വാക്കിന് സമാനമായ പദമേത്? ആൻസർ ഓപ്ഷൻ ഡി ഭൂമി. 93. വിലക്കേ അധികം ഇല്ല ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ഡി വിലക്കിയില്ല. 94. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ആൻസർ ഓപ്ഷൻ സി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. 95. ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1 3. രക്ഷകൻ രക്ഷിക, കാന്തൻ കാന്ത. 96. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. ആൻസർ ഓപ്ഷൻ ഡി പ്രേക്ഷകൻ. 97. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ആൻസർ ഓപ്ഷൻ സി പ്രാദേശികാധിപത്യം. 98. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ആൻസർ ഓപ്ഷൻ സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. 99. താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. ആൻസർ ഓപ്ഷൻ സി 1 3. പാടവം അതിർത്തി പഠിതാവ്. ശൃംഖല നിഷ്ഠ യഥാതഥം. 100. മഹോന്നതം പിരിച്ചെഴുതിയാൽ ആൻസർ ഓപ്ഷൻ ഡി മഹാ അധികം ഉന്നതം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കി വെച്ചേക്കുക. അടുത്ത പരീക്ഷകളിൽ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പഠിച്ചു വെച്ചേക്കുക.